കുടിയേറ്റക്കാരുടെ ഒരു ജനപ്രിയ സ്ഥലമാണ് യു കെയുടെ സമ്പന്നമായ ചരിത്രം, വൈവിധ്യമാർന്ന സംസ്കാരം, ശക്തമായ സമ്പദ്വ്യവസ്ഥ എന്നിവ ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരെ ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങളിലൊന്നാണ്. മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ, ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം, ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നിവയുൾപ്പെടെ വിവിധ കാരണങ്ങളാൽ നിരവധി ആളുകളാണ് യു കെയിലേക്ക് കുടിയേറുന്നത്. കൂടാതെ ലോകത്തിലെ മുൻനിര സർവകലാശാലകളുടെ ആസ്ഥാനമാണ് ഇത് മികച്ച വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ ഇടമായി മാറുകയും ചെയ്യുന്നു. കുടുംബങ്ങൾക്ക് നിരവധി സാമൂഹിക ആനുകൂല്യങ്ങളുള്ള സുരക്ഷിതവും സ്വാഗതാർഹവുമായ മികച്ച സൗകര്യവും നൽകുന്നുണ്ട്. കോവിഡ് മഹാമാരിക്ക് ശേഷം വിദേശത്ത് പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വൻ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെയിൽ പഠിക്കുകയും ശേഷം അവിടെ PR എടുത്ത് സെറ്റിലാവുകയും ചെയ്യുക എന്നതാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ കുടിയേറ്റ ജനതയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഉയർന്ന കുടിയേറ്റം രാജ്യത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അറിയിച്ചിരിക്കുകയാണ്. നവംബർ 28-ന് ഡൗണിംഗ് സ്ട്രീറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ നൈപുണ്യ വികസനം, തൊഴിൽ ശക്തി പരിശീലനം, ദീർഘകാല തൊഴിലില്ലായ്മ പരിഹരിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 2023 ജൂൺ വരെ ഏകദേശം 1 ദശലക്ഷം ആളുകൾ കെയിലേക്ക് കുടിയേറിയതായി വെളിപ്പെടുത്തിയ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണ്ടെത്തലുകളെ ചൂണ്ടിക്കാണിച്ചാണ് പ്രധാനമന്ത്രി കെ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കണക്ക് 2019-ലെ ഇമിഗ്രേഷൻ നിലവാരത്തെക്കാൾ 4 ഇരട്ടി കൂടുതലാണെന്നും കെയർ സ്റ്റാർമർ പറയുന്നു. കുടിയേറ്റം റെക്കോർഡ് ഉയരത്തിൽ എത്തിയതോടെയാണ് പുതിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും മുൻഗണന നൽകേണ്ടത് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2023 ജൂണിൽ അവസാനിച്ച വർഷത്തിൽ നൈറ്റ് മൈഗ്രേഷൻ 9,06,000 ഉയർന്നുവെന്ന് വെളിപ്പെടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് പഠനത്തിനും ജോലിക്കുമായി കുടിയേറിയവരെ കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയും സ്റ്റാർമർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കുടിയേറ്റ സംഖ്യയിൽ കുത്തനെ വർധനവാണ് അക്കാലയളവിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. 2021-ൽ കൺസർവേറ്റീവുകൾ അവതരിപ്പിച്ച പോയിന്റ് അധിഷ്ഠിത സംവിധാനത്തിന് കീഴിലുള്ള വിസ റൂട്ടുകൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികളും പ്രധാനമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. അപേക്ഷകരുടെ കഴിവുകളും യോഗ്യതകളും അടിസ്ഥാനമാക്കിയാണ് വിസ അനുവദിക്കുന്നത്. കുടിയേറ്റത്തെ അമിതമായി ആശ്രയിക്കുന്ന വ്യവസായങ്ങളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും പ്രാദേശിക തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിന് ബിസിനസ്സുകൾ നിക്ഷേപം നടത്തേണ്ടതുണ്ടെന്നും സ്റ്റാർമർ വ്യക്തമാക്കി. ബ്രെക്സിറ്റ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിന് ഇടയാക്കിയപ്പോൾ പുതിയ വിസ നിയമങ്ങൾ ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ വർധനവിന് കാരണമായെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. മലയാളികൾ വിദ്യാഭ്യാസത്തിനായി ഏറ്റവും അധികം ആശ്രയിക്കുന്ന രാജ്യമാണ് യുകെയിലേക്ക് കുടിയേറിയവരിൽ 85% യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ളവരാണ്. ചൈനീസ്, പാകിസ്ഥാൻ, സിംബാബ്വെ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ആദ്യ 5 സ്ഥാനങ്ങളിലുള്ളത്. നൈജീരിയ, ശ്രീലങ്ക, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ആശ്രിതരെ കൊണ്ടുവരുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് കെ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ പരിഷ്കരണം ഏർപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെയിൽ പഠനം നടത്തി അവിടെ സെറ്റിലാകാൻ ശ്രമിക്കുന്നവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും സർക്കാരിന്റെ പുതിയ തീരുമാനം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായേക്കാം.